ഏറ്റവും പുതിയ തമിഴ് സിനിമയായിട്ടുള്ള ബ്ലാസ്റ്റിന്റെ ട്രെയിലർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാന കഥാപാത്രങ്ങളും അവരുടെ പശ്ചാത്തലവുമെല്ലാം സിനിമ പെട്ടെന്ന് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് പടം കാണാൻ നമ്മൾ പോകുന്നത് തന്നെ ഇവരെല്ലാവരും കരാട്ടെക്കാരാണ് എന്ന അറിവോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ സുഭാഷ് കെ രാജ് രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള ഈ സിനിമ എങ്ങനെ ഒരു നല്ല കഥ ഡെവലപ്പ് ചെയ്തെടുക്കും എന്ന് എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. സിനിമയുടെ USP എന്ന് പറയുന്ന സാധനം തന്നെ ട്രെയിലറിൽ അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വിഭാഗം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള വിട്ടുവീഴ്ചകൾ പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും പടത്തിന്റെ മിഡിൽ പോർഷനിലുള്ള എഴുത്ത് സാമാന്യം സ്മാർട്ടാണ്. അതുകൊണ്ട് തന്നെ ഒന്നിനു പുറകെ അടുത്തത് എന്ന രീതിയിലുള്ള ആക്ഷൻ സീക്വൻസുകളുടെ ഒരു കളക്ഷൻ ആവാതെ രസകരമായിട്ട് നരേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയായിട്ട് മാറാൻ പടത്തിന് സാധിക്കുന്നുണ്ട്. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾക്കൊക്കെ ഒരു ചെറിയ ട്വീക്ക് കൊടുത്തുകൊണ്ട് ആകെ മൊത്തത്തിൽ തിയേറ്ററിനുള്ളിൽ ഒരു രസകരമായ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ ബ്ലാസ്റ്റ് എന്ന പടത്തിന് സാധിക്കുന്നുണ്ട്. രാജാറാമൻ, അയാളുടെ ഭാര്യ നീലവേണി, അവരുടെ മകളായിട്ടുള്ള നില, ഇവരാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ഈ കുടുംബത്തിന് ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. നില ഒരു കോൾ സെന്ററിൽ ജോലി ചെയ്യുകയാണ്. നീലവേണി ഒരു ഹൗസ് വൈഫാണ്. രാജാറാമൻ ഒരു കരാട്ടെ മാസ്റ്ററാണ്. ജീവിതത്തിൽ ആർക്കെങ്കിലും അനീതി നേരിടുന്നത് കണ്ടാൽ അവർക്കൊപ്പം നിൽക്കണമെന്നൊക്കെ രാജാറാമൻ മകളെ ചെറിയ പ്രായത്തിൽ തന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അത് മകൾ ഫോളോ ചെയ്യാൻ നോക്കുന്നത് ആ വീട്ടിൽ ചില സമയത്തൊക്കെ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ആത്മരക്ഷാർത്ഥം നിലയെടുക്കുന്ന ചില തീരുമാനങ്ങൾ വലിയൊരു പ്രശ്നത്തിലേക്ക് ചെന്നെത്തുകയും ഈ കുടുംബം വമ്പന്മാരിൽ നിന്ന് ഒരു അറ്റാക്ക് ഫേസ് ചെയ്യേണ്ട അവസ്ഥയിൽ കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു. ഈ സാഹചര്യം അവർ ഏത് രീതിയിൽ ഡീൽ ചെയ്യുന്നു എന്നതാണ് നമ്മൾ ഈ പടത്തിൽ കാണുന്നത്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നത് പോലെ പുറമേ നിന്നൊരു ശക്തി വരുമ്പോൾ ഒരു കുടുംബം സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സംഗതിയാണ് പടത്തിന്റെ ഒരു തീം എന്ന് പറയുന്നത്. അതുതന്നെയാണ് ക്ലാസിക് ആയിട്ടുള്ള നമ്മുടെ ദൃശ്യത്തിന്റെയും ആശയം. ഒരർത്ഥത്തിൽ ബ്ലാസ്റ്റ് എന്ന പടം ദൃശ്യം LCUവിൽ ഉണ്ടായാൽ എങ്ങനെയുണ്ടാകും, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. കുടുംബത്തെ ഏതു വിധേനയും സംരക്ഷിക്കുക എന്ന ഒരുപാട് കണ്ടിട്ടുള്ള പരിപാടിയെ ഒരു ആക്ഷൻ ഹെവി സെറ്റപ്പിൽ കാണിക്കുകയാണ് ബ്ലാസ്റ്റ്. സിനിമയുടെ തുടക്ക ഭാഗങ്ങളിലൊക്കെ ഉപദേശ സ്വഭാവത്തിലുള്ള സംഗതികൾ കുറച്ചധികമായിട്ടുണ്ട്. പിന്നെ അർജുന്റെ ആരാധകരെ തൃപ്തിപ്പെടുത്താനുള്ള ഫാൻ സർവീസ് ബിൽഡപ്പുകളും അവിടെ കാണാം. പക്ഷേ സെക്കൻഡ് ആക്ടിലേക്ക് സിനിമ നീങ്ങുമ്പോൾ കാര്യങ്ങൾ ഒരല്പം എക്സൈറ്റിംഗ് ആകുന്നുണ്ട്. പരസ്പരം ഒരു ബന്ധവുമില്ലാതെ സൊസൈറ്റിയുടെ രണ്ട് തട്ടിൽ കിടക്കുന്ന രണ്ട് ഗ്രൂപ്പ് ഓഫ് ആളുകളെ തിരക്കഥ മുട്ടിക്കുന്നത് ഈ പടത്തിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ യാദൃശ്ചികമായിട്ട് സംഭവിച്ചിട്ടാണ് അത് നടക്കുന്നതെങ്കിലും സ്ക്രീനിൽ അത് വിശ്വസനീയമായിട്ട് കൊണ്ടുവരാൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നുണ്ട്. പടം കൂടുതലായിട്ട് കഥയിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതിനിടയിൽ വില്ലന്മാരും പോലീസും ഒക്കെ തമ്മിലുള്ള ചില കൺഫ്യൂഷനുകൾ, രസകരമായ ചില ഡ്രാമ പടത്തിൽ കൊണ്ടുവരുന്നുണ്ട്. പല സീനുകളിലും ചെറിയ ചെറിയ ഡീറ്റെയിലുകൾ കൊണ്ടുവരുന്നതാണ് സുഭാഷ് കെ രാജിന്റെ സംവിധാനത്തിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ആരും സഹായിക്കാനില്ലാത്തൊരു സ്ത്രീയെ നില പടത്തിന്റെ തുടക്കത്തിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു സീക്വൻസ് പടത്തിലുണ്ട്. ആക്ഷൻ വരുന്ന ആ സീനിൽ നിലയുടെ എൻട്രി സുഭാഷ് കാണിച്ചിട്ടുള്ള രീതി വളരെ വ്യത്യസ്തമായിരുന്നു. ആ സീനിലെ കഥാപാത്രങ്ങൾ സ്വാഭാവികമായിട്ട് പ്രതികരിക്കാൻ സാധ്യതയുള്ള രീതിയിലായിരുന്നു ആ ഒരു എൻട്രി. ഡയലോഗുകളിലൂടെ കൊണ്ടുവരുന്ന ചില സെറ്റപ്പുകൾക്ക് ഒന്നിലധികം പേ ഓഫ് കൊടുത്തുകൊണ്ട് ഫെമിലിയർ ആയിട്ടുള്ള സീനുകളെയും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട്. വളരെ എഫക്റ്റീവായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ആക്ഷൻ ബ്ലോക്കുകളാണ് ഈ സിനിമയിലുള്ളത്. സ്പീഡ് റാമ്പിംഗ് വളരെ മനോഹരമായിട്ട് ചെയ്തുകൊണ്ട് അടികളുടെയൊക്കെ ഇമ്പാക്ട് തിയേറ്റർ എക്സ്പീരിയൻസിൽ മികച്ചതാക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ തന്റെ യൂഷ്വൽ സ്റ്റൈലിൽ നിന്ന് സ്വല്പം മാറിയിട്ടുള്ള മ്യൂസിക്കാണ് രവി ബസ്രൂർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു രവി ബസ്രൂർ മ്യൂസിക് കരിപുരണ്ടതല്ലാത്ത കളർഫുൾ ആയിട്ടുള്ള വിഷ്വലിൽ കാണാൻ സാധിച്ചത് ഒരു വെറൈറ്റി ആയിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വൈഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് സിനിമയുടെ അവസാനത്തേക്ക് വരുമ്പോൾ ഒരു സ്ഥലത്ത് വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. നില എന്ന കഥാപാത്രം ഒരു ഗ്രാമത്തെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ഒരു പ്രഭാഷണമൊക്കെ നടത്തുന്നുണ്ട്. അതിന്റെ കൂടെ കയറി വരുന്ന വൈക്കം വിജയലക്ഷ്മി പാടിയ ഒരു പാട്ട് ഒരു പരിധിവരെ സിനിമ അത്രയും നേരം ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു ആക്ഷൻ മൂഡിനെ ഇല്ലാതാക്കുന്നുണ്ട്. രാജാറാമൻ എന്ന ഈ സിനിമയിലെ കരാട്ടെ മാസ്റ്ററിനെ അവതരിപ്പിക്കാൻ നിലവിൽ തമിഴിലെ അനുയോജ്യനായ നടൻ അർജുൻ ആണെന്ന് തന്നെ പറയാം. സ്വാഗറിന്റെ കാര്യത്തിൽ പുള്ളിക്ക് ഇപ്പോഴും വലിയ കുറവൊന്നും സംഭവിച്ചിട്ടില്ല. പ്രായം കൊണ്ടും അദ്ദേഹം ഈ കഥാപാത്രത്തിന് അനുയോജ്യനാണ്. നില എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രീതി മുകുന്ദന്റെ ഫ്ലെക്സിബിലിറ്റി അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. ആക്ഷൻ സീക്വൻസുകളൊക്കെ അടിപൊളിയാക്കുന്നതിൽ പുള്ളിക്കാരിയുടെ സ്റ്റൈലും ഫ്ലെക്സിബിലിറ്റിയും സിനിമയെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അഭിരാമി അവതരിപ്പിക്കുന്ന നീലവേണി എന്ന അമ്മ കഥാപാത്രം ഭൂരിഭാഗം സമയത്തും ഒരു ടിപ്പിക്കൽ വീട്ടമ്മ ആറ്റിറ്റ്യൂഡിലാണ്. എന്നാൽ ഒരു സ്ഥലത്ത് വെച്ച് ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. അർജുന്റെയും പ്രീതിയുടെയും ആക്ഷൻ സീക്വൻസുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഭിരാമിയുടെ ഭാഗം ഒരല്പം താഴ്ന്നിട്ടാണുള്ളത് എന്ന് പറയാം. അബ്രഹാം എന്ന ഇതിലെ നിർവികാരനായിട്ടുള്ള വില്ലനെ അർജുൻ ചിദംബരം മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യത്വമില്ലാത്ത കോർപ്പറേറ്റ് വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് ജോൺ കൊക്കനാണ്. വിവേക് പ്രസന്നയും പവനും പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സംഭവം കഥയുടെ മൊത്തം സ്ട്രക്ചർ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണെങ്കിലും മൊത്തത്തിൽ ഇതിന്റെ ഒരു മൂവ്മെന്റിന് ഒരു ഫൺ എനർജി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബോറടി ഒരിക്കലും ഫീൽ ചെയ്യുകയില്ല. നില ജോലിസ്ഥലത്ത് നേരിടുന്ന ചില പ്രശ്നങ്ങളടക്കം ഒന്നാം പകുതിയിൽ വരുന്ന പല സബ്പ്ലോട്ടുകളും കഥയ്ക്ക് അത്ര അത്യാവശ്യമുള്ളതൊന്നുമല്ല. അതൊക്കെ എടുത്തു മാറ്റിയാലും കഥയെ അത് കാര്യമായിട്ട് ബാധിക്കില്ല.
കാരണം പുള്ളിക്കാരി ഡേഞ്ചർ ആണ് എന്ന് വേറൊരു സീനിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. പക്ഷെ ഇങ്ങനത്തെ സീനുകളെയും പടത്തിന്റെ ഒരു താളം തെറ്റാത്ത രീതിയിൽ അതിലേക്ക് കൂട്ടിച്ചേർക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ആക്ഷൻ സീക്വൻസുകളെല്ലാം തന്നെ മികച്ചു നിൽക്കുന്നതുകൊണ്ട് ആകെ മൊത്തത്തിൽ ആസ്വാദികരമായിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ബ്ലാസ്റ്റ് തരുന്നത്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്